Hi dears and welcome to a new video. MG യൂണിവേഴ്സിറ്റിയുടെ 2023 PG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MG യൂണിവേഴ്സിറ്റി PG CAP 2023 ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് cap.mgu.ac.in എന്ന വെബ്സൈറ്റ് ആണ്. MG യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് CAPന്റെ എല്ലാ രജിസ്ട്രേഷനും ഈ ഒരു വെബ്സൈറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ PG CAP 2023 എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ PG CAPൻ്റെതായിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ പോവും. MGU PG CAP 2023. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ, ലോഗിൻ, റിസോഴ്സസ്, ഷെഡ്യൂൾ, കോളേജസ് ആൻഡ് പ്രോഗ്രാംസ്, ഫൈൻഡ് യുവർ കോളേജ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം ജനറൽ മെറിറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ ആണ്. ഇപ്പം cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേഷൻ അവിടെ കാണാം. അതായത് ഈ രജിസ്ട്രേഷനിൽ CAP റെഗുലർ അലോട്ട്മെന്റ് രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് അക്കൗണ്ട് ക്രിയേഷൻ വരുന്നത്. അതിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐഡിയും ഫോൺ നമ്പറിലേക്കും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനും ആ പാസ്വേഡ് നിങ്ങൾക്ക് ഫോൺ നമ്പറിലേക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിലൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെ മറന്നു പോവാതെ ഇരിക്കുക. ഇനി സെക്കൻഡായിട്ട് ഫോൺ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും. ഒരു 8 ഡിജിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പിന്നീട് ലോഗിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. 40 ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ PGക്ക് അത് വലിയൊരു കാര്യമാണ്, 40 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഫീ പേയ്മെന്റ് ആണ് വരുന്നത്. ഫീ പേയ്മെന്റ് ഡെബിറ്റ്, ക്രെഡിറ്റ്, ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഫീ പേ ചെയ്യുക. ഫീ പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇത് ജനറൽ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, ഇങ്ങനെ ഏത് കാറ്റഗറിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും ഈ പറഞ്ഞ ഒരു ജനറൽ അപ്ലിക്കേഷൻ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് സ്പോർട്സ്, കൾച്ചറൽ കോട്ട സീറ്റ്സിന് അപ്ലൈ ചെയ്യുന്നവർ ഈ പറഞ്ഞ മെറിറ്റ് ബേസ്ഡ് ഉള്ള അപ്ലിക്കേഷൻ കൊടുക്കുക. അതിന് പുറമെ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ടേൻ്റെ ഒരു അപ്ലിക്കേഷനും കൂടി കൊടുക്കാനുണ്ട്. അതായത് അതിൻ്റെ ഓപ്ഷൻസും കൂടി കൊടുക്കുക, അതിൻ്റെ റിലവൻറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് PD സീറ്റ്സ് വരുന്നത്. അതിൻ്റെ PD കോട്ട വരുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, റിലവൻറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും ഇതേപോലെ തന്നെയാണ് പ്രൊസീജിയർ. കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജസിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡബിൾ മെയിൻ അല്ലെങ്കിൽ ഡബിൾ കോംപ്ലിമെന്ററീസ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് പഠിച്ചതെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യേണ്ടത്, മാർക്ക് കൺവേർഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ റൈറ്റ് സൈഡിൽ വീഡിയോ ഡെമോ കൊടുത്തിട്ടുണ്ട്. അതായത് MG യൂണിവേഴ്സിറ്റി ഓൺലൈൻ രജിസ്ട്രേഷൻ, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ വരുന്നത്, അതേപോലെ പ്രൊസീജിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ അതർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ കണ്ണൂരും MGയും കേരളവും അല്ലാത്ത യൂണിവേഴ്സിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇതിൽ പെടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണാം. മാർക്ക് എൻ്റർ ചെയ്യുന്നതിലൊക്കെ ഡൗട്ട് വന്നാൽ ഈ വീഡിയോ ഡെമോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, റെഡിയാവും. പിന്നെ സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ട ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോ ഉണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട സീറ്റ്സിൻ്റെ ആപ്ലിക്കേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷന് സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വെറുതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ പലർക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ. So thanks for watching. Keep supporting. Thank you.